കുറെ നാളുകൾക്ക് ശേഷം വരുണും ഗാംഗും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് മാനസിയും മാനസിയുടെ അച്ഛനും അലികയുടെ ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. തുടർന്ന് ജയമോഹൻ പിന്നെ മാനസിയോട് എനിക്കിന്ന് സാഗറിന്റെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അലികയുടെ ഷെയർ തിരികെ വാങ്ങി എന്നെ ഒതുക്കാൻ ശ്രമിച്ച സാഗറിന്റെ മുഖത്ത് നോക്കി ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണം. എന്നാൽ അത് കേട്ട് മാനസ അയ്യോ അച്ഛ, അതിനുള്ള ധൈര്യമൊന്നും സാഗറിന് ഇപ്പോഴുണ്ടാകില്ല. അച്ഛൻ വരുന്നെന്ന് കേട്ടാൽ തന്നെ സാഗർ ജീവനും കൊണ്ട് ഓടുമെന്ന് പറയുകയാണ്. നാണക്കേട് കൊണ്ടും കുറ്റബോധം കൊണ്ടും അച്ഛനെ കാണാൻ തയ്യാറാകില്ല എന്ന് പറയുകയാണ്. തുടർന്ന് മാനസിയും ജയമോഹനും കാറിൽ കയറി അരികിലേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൃഷും കൺമണിയുമാണ്. രണ്ടുപേരും ഒരു മരത്തിന്റെ തണലിലിരുന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൺമണി കൃഷ്ണ മോട്ടിവേഷൻ ക്ലാസ് എല്ലാം എടുത്തു കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇവർ രണ്ടുപേരും കാണാതെ വരുണും ഗാങ്ങും ഒരു പർദ്ദ ധരിച്ചുകൊണ്ട് ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ഇവരുടെ പുറകെ വന്നിരിക്കുകയാണ്. തുടർന്ന് കൺമണിയുടെ ഒരു മോട്ടിവേഷണൽ ക്ലാസ് ആണ്. സാർ റിയാലിറ്റിയിൽ പൊരുത്തപ്പെട്ട് ഇനി മുന്നോട്ട് പോകണം, നമുക്ക് ശക്തമായിട്ട് തിരികെ വരണമെന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള ക്ലാസ് ആണ്. എന്നാൽ ഈ സമയത്ത് വരുണും ഗാങ് ഇങ്ങനെ കാത് കൂർപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അത് കാണുമ്പോൾ തന്നെ കൺമണിക്ക് കൃഷ്ണ ഏതാണ്ട് കാര്യം മനസ്സിലാവുകയാണ്. ആ പർദ്ദ ധരിച്ചവർ ആണുങ്ങളുടെ ഷൂസ് എല്ലാം ഇട്ട് കാണുമ്പോൾ തന്നെ കൺമണിക്ക് കൃഷ്ണ ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. ഇത് വരുണും ഗാങ് ആണെന്ന് മനസ്സിലാവുകയാണ്. തുടർന്ന് കൺമണി തന്റെ സംശയം കൃഷ്ണയോട് പറയുകയാണ്. ഇത് അവരല്ലേ സാർ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ അതെ, എനിക്കും സംശയമില്ലാതില്ല, ഇത് അവർ തന്നെയാകാനാണ് സാധ്യത. എന്നാൽ അത് കേട്ട് കൺമണി എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവർക്കൊരു പണി കൊടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് അതിനെന്താ ധൈര്യമായിട്ട് നല്ലൊരു പണി കൊടുത്തോളാൻ പറയുകയാണ്. തുടർന്ന് കൺമണി അവർ കേൾക്കുന്ന രീതിയിൽ നല്ല ഒച്ചത്തിൽ പിന്നെ വിളിച്ചു ചോദിക്കുകയാണ്, രാഹുകാലം തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുണിന്റെ കൂടെയുള്ള ജ്യോത്സ്യൻ അറിയാതെ അതിനുള്ള മറുപടി പറയുകയാണ്. രാഹുകാലം 9:30-ക്കും 10 മണിക്കും ഇടയിലാണെന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷും കൺമണിയും പൊട്ടിച്ചിരിക്കുകയാണ്. കൃഷും കൺമണിയും ഇട്ട ചൂണ്ടയിൽ വരുണിന്റെ ജ്യോത്സ്യൻ ചെന്നപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജ്യോത്സ്യന് തന്റെ അമ്മിളി മനസ്സിലാവുന്നത്. തുടർന്ന് അവർ അയ്യോ ഇത് രാഹുകാലമല്ല, മൈലാഞ്ചി കല്യാണത്തിന്റെ സമയമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണയോട് ഇവരെന്തിനാണ് നമ്മുടെ പുറകിൽ ഇങ്ങനെ എപ്പോഴും നടക്കുന്നത്, ഇവർക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി വീണ്ടും കൃഷ്ണയോട് എങ്കിൽ പിന്നെ അവർക്ക് ഇന്ന് നല്ലൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്കൊരു പണി കൊടുത്തു വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം കൺമണി അവരെ വിളിക്കുകയാണ്. അപ്പം ആ ടോയ്ലറ്റ് വരെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് കൺമണി. സ്ത്രീകളുടെ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് എന്റെ സാറിനെ വിളിച്ചാൽ ശരിയാകില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്, എനിക്ക് ധൈര്യത്തിന് കൂട്ടായിട്ട് നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ സന്തോഷമാവുകയാണ്. തുടർന്ന് വരുൺ പിന്നെ ശബ്ദം മാറ്റിക്കൊണ്ടാണ് കൺമണിയോട് സംസാരിക്കുന്നത്. അതിനെന്താ മോളെ, ഞങ്ങൾ നിനക്കൊപ്പം വരാമെന്ന് കൺമണിയോട് പറയുകയാണ്. തുടർന്ന് അവർ 3 പേര് കൺമണിക്കൊപ്പം ആ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ടോയ്ലറ്റിന്റെ പുറത്തെത്തിയ ശേഷം കൺമണി പിന്നെ അവരോട് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. തുടർന്ന് കൺമണി അകത്ത് കയറി വാതിലടയ്ക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് പുറത്ത് വരുണും ബാക്കി 2 പേരും നല്ല സന്തോഷത്തിലാണ്. തുടർന്ന് വരുണോട് അവർ 2 പേര് പിന്നെ പറയുന്നത് എന്തായാലും മുതലാളി രക്ഷപ്പെട്ടിരിക്കുകയാണ്, ഇന്നത്തെ ഒരു ദിവസം കൺമണിക്കൊപ്പം മുതലാളിക്ക് സ്പെൻഡ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്, കോൾ അടിച്ചല്ലോ മുതലാളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കി വെക്കുകയാണ് വരുണ്. എന്നാൽ ഈ സമയത്ത് അകത്ത് കൺമണി ഇവർക്ക് എങ്ങനെ പണി കൊടുക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. തുടർന്ന് കൺമണി ഒരു ഐഡിയ കിട്ടിയ പോലെ നല്ല ഒച്ചത്തിൽ വിളിച്ചു കൂവുകയാണ്. അയ്യോ പാമ്പ്, അയ്യോ പാമ്പ് എന്നിങ്ങനെ വിളിച്ചു കൂവുകയാണ്. എന്നാൽ അത് കേട്ട് പുറത്ത് നിൽക്കുന്ന 3 പേര് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. പാമ്പോ, എവിടെ പാമ്പെന്ന് ഇങ്ങനെ ചോദിച്ചു നിൽക്കുകയാണ്. തുടർന്ന് കൺമണി ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഡോർ ചാരിക്കൊണ്ട് പിന്നെ ഇവരോട് അയ്യോ അകത്ത് പാമ്പ്, പാമ്പ്, വേഗം പോയി നിങ്ങൾ 3 പേരും അകത്ത് പാമ്പിനെ പോയി നോക്കാൻ പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് കൺമണി അവരെ നിർബന്ധിച്ച് ആ ടോയ്ലറ്റിന്റെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. തുടർന്ന് ആ 3 പേരും നല്ല ധൈര്യശാലികളെ പോലെ ഇത് കൺമണിക്ക് മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി അവർ 3 പേരും ആ ടോയ്ലറ്റിന്റെ അകത്ത് പാമ്പിനെ പിടിക്കുന്നതിന് വേണ്ടി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് പുറത്തുള്ള കൺമണി ആ ടോയ്ലറ്റിന്റെ ഡോർ പുറത്ത് നിന്ന് അടച്ച് ലോക്ക് ചെയ്യുകയാണ്. തുടർന്ന് കൺമണി വേഗം തന്നെ കൃഷ്ണ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൃഷ വാ, നമുക്ക് ഇവർക്ക് നല്ലൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കൂട്ടിക്കൊണ്ട് കൃഷ നേരെ അവിടെയുള്ള യൂണിയൻകാരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നാൽ ഈ സമയത്ത് ആ ടോയ്ലറ്റിന്റെ അകത്തുള്ള 3 പേര് പാമ്പിനെ നോക്കുകയാണ്. പക്ഷെ പാമ്പ് പോയിട്ട് ഒരു പഴുതാര പോലും അതിന്റെ അകത്തില്ല. തുടർന്ന് കൺമണി കൃഷും ആ യൂണിയൻകാരോട് നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് എന്താണ് കാര്യം, 3 പേര് വേഷം മാറി പർദ്ദ ധരിച്ചുകൊണ്ട് ആ ടോയ്ലറ്റിന്റെ അകത്ത് സ്ത്രീകൾ പോകേണ്ട ടോയ്ലറ്റിന്റെ അകത്ത് കയറി ഇരിപ്പാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആ യൂണിയൻകാരൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. അത് ശരി, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഇത് ഏത് വൃത്തികെട്ടവന്മാരാണ് ഇമാതിരി തോന്നിവാസം കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ആ 3 യൂണിയൻകാരും കൺമണി പറഞ്ഞ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന ആ ടോയ്ലറ്റിന്റെ പുറത്തെത്തിയ ശേഷം അവരിങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് ചോദിക്കുകയാണ് ആരാണ് അകത്ത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുണും ഗാങ്ങും അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് കൺമണി ആ വാതിൽ തുറക്കുകയാണ്.
തുടർന്ന് അവർ 3 പേര് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് അവർ 3 പേര് നല്ല താത്തമാരായിട്ടാണ് ആ യൂണിയൻകാരോട് സംസാരിക്കുന്നത്. തുടർന്ന് അവർ 3 പേര് ശബ്ദം മാറ്റി സ്ത്രീകളുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. തുടർന്ന് യൂണിയൻകാർ അവരെ തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ മുഖത്തുള്ള ആ തുണി മാറ്റാൻ പറയുകയാണ്. പക്ഷെ അവരതിന് തയ്യാറാകുന്നില്ല. ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങളുടെ പർദ്ദ മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. തുടർന്ന് യൂണിയൻകാർ ബലമായിട്ട് വരുണ്ട മുഖത്തെ ആ തുണി മാറ്റുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് യൂണിയൻകാര്. തുടർന്ന് അവരെ സ്ത്രീകളല്ല പുരുഷന്മാരാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് ആ യൂണിയൻകാർ വരുണിയും ഗാങ്ങിനെയും അടിയോടടിയാണ്. അത് കണ്ട് കണ്ണിയും കൃഷും പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ അടി കൊണ്ട് 3 പേരും ആശുപത്രിയിൽ നല്ല രാഹുകാലം നോക്കി തന്നെ അഡ്മിറ്റ് ആകാൻ പോവുകയാണ്. തുറന്നു കാണിക്കുന്ന അലിഗയുടെ ഓഫീസാണ്. സാഗർ, ദേവ്ജി, മഹിമ 3 പേര് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കൃഷ്ണനെ കുറിച്ചാണ്. കൃഷി ഇപ്പോൾ ഓഫീസിൽ വരാത്തത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താറുമാറായിരിക്കുകയാണെന്ന് പറയുകയാണ്. തുറന്ന് സാഗർ പിന്നെ ഇവരോട് എനിക്ക് കൃഷ്ണനെ ഓഫീസിൽ മാത്രമല്ല മിസ് ചെയ്യുന്നത്, കൃഷ്ണനെ എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജയമോനും മാനസിയും കൂടി വരികയാണ്. അവരെ കാണുമ്പോൾ തന്നെ ദേവ്ജിക്കും സാഗറിനും അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തുറന്ന് ജയമോൻ പിന്നെ ദേവ്ജിയോടാണ് ചോദിക്കുന്നത്, എന്തായി ദേവ്ജി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സുഖമായി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ദേവ്ജി ഇവിടെ തൽക്കാലം ഒരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസ പിന്നെ ദേവ്ജിയോട് ഇപ്പോൾ എൻ്റെ അച്ഛനെ എപ്പോഴും അലിക അലിക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ ജയമോനെ ഒന്ന് കളിയാക്കുകയാണ്. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ജയമോനെ വല്ല ഡോക്ടറെ കാണിക്കാൻ പറയുകയാണ്. ഇതൊരു അസുഖത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോനും മാനസിക്കും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ജയമോഹൻ പിന്നെ കൃഷിന്റെ കാര്യത്തെക്കുറിച്ച് സാഗറിനോട് ചോദിക്കുകയാണ്. കൃഷിന്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു, കൃഷി ഇപ്പോൾ ഓഫീസിൽ വരുന്നില്ലല്ലോ, കൃഷി ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കൃഷിന് പകരം ഓഫീസിൽ മറ്റാരെങ്കിലും നിയമിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ, ഇനി ആരെ നിയമിച്ചാലും ശരി, എന്തായാലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ശരിക്കും ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. അഡ്രസ് ഇല്ലാത്തവനെ ഇനി ഇവിടെ വേണ്ട എന്ന് പറയുകയാണ്. കൃഷ്ണനെ കളിയാക്കിക്കൊണ്ട് സാഗറിനെ ഒന്ന് കുത്തിക്കൊണ്ടാണ് മാനസ അത് പറയുന്നത്. നമ്മളൊരു ലെറ്റർ അയച്ചാൽ ആ ലെറ്റർ അയാൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന അഡ്രസ്സുള്ള ഒരാളെ മാത്രമേ ഇനി നിയമിക്കാവൂ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറിനും ദേവ്ജിക്കും മഹിക്കും നല്ല ദേഷ്യം വന്ന് ഇങ്ങനെ ചുണ്ട് കടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.